വജ്രാസനം നാം ഇപ്പോൾ ആർക്കും ഏത് നേരത്തും ഏത് സാഹചര്യത്തിലും ചെയ്യാൻ സാധിക്കുന്ന ഒരാസനമാണ് കാണാൻ പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരുന്നാലും ഈ ആസനം ചെയ്യാം. ഭക്ഷണത്തിന് ശേഷമാണ് പൊതുവെ ഈ ആസനം ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് ഈ ആസനം നിങ്ങളെക്കൊണ്ടാവുന്നത്ര ചെയ്യാം. വജ്രാസനം. കാൽമുട്ടിലോ പാദങ്ങളിലോ പ്രശ്നമുണ്ടെങ്കിൽ ഈ ആസനം ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. കഴിയുമെങ്കിൽ കുറച്ചുനേരം മാത്രം ചെയ്യുക. 2 കാലുകളും മടക്കി ഉപ്പൂറ്റുകളുടെ മേൽ വെച്ച് ഇങ്ങനെ ഇരിക്കുക. കാൽമുട്ടുകൾ ചേർന്നിരിക്കണം. പാദം തറയിൽ പതിഞ്ഞിരിക്കണം. കൈപ്പത്തികൾ തുടയുടെ മുകളിൽ വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. കഴിയുന്നിടത്തോളം ഇതേ നിലയിൽ തുടരുക. ഭക്ഷണത്തിനു ശേഷം 3-4 മിനിറ്റുകൾ വരെ ഈ ആസനം ചെയ്യാവുന്നതാണ്. ഏതു പ്രായക്കാർക്കും ചെയ്യാവുന്നതാണിത്. പ്രയോജനങ്ങൾ: ദഹനക്കേടുണ്ടാവാതെ നോക്കുന്നു. ഉദരരോഗങ്ങളെ നിയന്ത്രിക്കുന്നു. ഈ ആസനം ചെയ്താൽ ഭക്ഷണം അതിവേഗം ദഹിക്കുകയും ശരീരത്തിന് ശക്തി ലഭിക്കുകയും ചെയ്യുന്നു. യോഗമുദ്ര. സ്ലിപ്പ് ഡിസ്ക് ഉള്ളവരും സ്പോണ്ടിലൈറ്റിസ് ഉള്ളവരും ഈ ആസനം അല്പസമയത്തേക്ക് മാത്രം ചെയ്താൽ മതി. വജ്രാസനം പോസ്ചറിലിരിക്കുക. കൈപ്പത്തികൾ ഇറുക്കിപ്പിടിച്ച് മുഷ്ടി ചുരുട്ടുക. തള്ളവിരൽ ഉള്ളിലായിരിക്കണം. ശ്വാസം വലിക്കുക. ഉച്ഛ്വസിച്ചുകൊണ്ട് കുനിയുക. നെറ്റി തറയിൽ മുട്ടുന്നതുപോലെ വയ്ക്കുക. ഹൃദ്രോഗമോ ഉയർന്ന രക്തസമ്മർദ്ദമോ ഉണ്ടെങ്കിൽ ശ്വാസഗതി സാധാരണ പോലെ തന്നെ മതി. ശ്വാസം പിടിക്കരുത്. സാധിക്കുന്നിടത്തോളം ഈ നിലയിൽ തന്നെ തുടരുക. ശ്വാസം വലിച്ചുകൊണ്ട് മെല്ലെ നിവരുക. ഉച്ഛ്വസിച്ചുകൊണ്ട് കൈകൾ താഴെ വെച്ച് റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുമ്പോൾ കണ്ണുകൾ അടയ്ക്കുക. ശരീരം അയഞ്ഞിരിക്കട്ടെ. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രയോജനങ്ങൾ: ഇത് ഉദരഭാഗത്തുള്ള പേശികളെ മസാജ് ചെയ്യുന്നു. മുഖത്തിനും ശിരസിനും ഈ ആസനം വളരെ ഫലപ്രദമാണ്. മുഖത്ത് ചുരുക്കങ്ങളില്ലാതെ മുഖകാന്തി വർദ്ധിപ്പിക്കും. പ്രമേഹ രോഗികൾക്കും ഇത് പ്രയോജനകരമാണ്.